നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. പോളിംഗ് കുറവിൽ നെഞ്ചിടിപ്പോടെ മുന്നണികൾ. സംസ്ഥാനത്തെ കുറഞ്ഞ പോളിംഗ് ശതമാനത്തിൽ മുന്നണികൾക്ക് ആശങ്ക. ജയപ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോഴും മണ്ഡലങ്ങളിലെ അടിയൊഴുക്കുകളിൽ സ്ഥാനാർത്ഥികൾക്ക് നെഞ്ചിടിപ്പുണ്ട്. സംസ്ഥാനത്ത് 71.16% പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് ഒടുവിൽ പുറത്തുവന്ന കണക്ക്. 2019 രേഖപ്പെടുത്തിയതിനേക്കാൾ 6% വോട്ട് കുറവാണ് ഇത്. 20 സീറ്റുകളിലും വിജയിക്കുമെന്നാണ് UDFന്റെ അവകാശവാദം. തിളക്കമാർന്ന വിജയം നേടും എന്നാണ് LDFന്റെ പ്രതീക്ഷ. തൃശൂരിലും തിരുവനന്തപുരത്തും താമര വിരിയുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഞങ്ങൾക്ക് നല്ല വിജയ പ്രതീക്ഷയാണ്. 20 സീറ്റും കിട്ടുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ. ജനങ്ങൾ വളരെ ആവേശം പ്രകടമായിരുന്നു, വളരെ വലിയ ആവേശം പ്രകടമായിരുന്നു. ഞങ്ങളുടെ വോട്ടുകളൊക്കെ നേരത്തെ എണ്ണി തിട്ടപ്പെടുത്തി പോളിംഗ് സ്ക്വാഡുകൾക്ക് നൽകിയിട്ടുള്ളതാണ്. അപ്പം അതിൽ ഒരു 90% വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ടെന്ന് പറയുന്നത് നല്ല വിജയം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50,000-നോട് അടുത്ത വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നെ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇത് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തു പോയത്. അതവരുടെ മൂളയിൽ അവരുടെ ചിന്തയ്ക്ക് വകയാക്കി എടുത്താൽ ഉറപ്പായിട്ടും നല്ല നിശ്ചയമുണ്ടാകും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഈ 6% വോട്ടിംഗ് കുറഞ്ഞതിന്റെ കാരണം എന്താകാം എന്നാണ് 3 മുന്നണികളുടെയും പ്രാഥമികമായ വിലയിരുത്തൽ? വേണു, ഈ തിരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷ വയ്ക്കുമ്പോഴും ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ വർധനവാണ് പ്രധാനപ്പെട്ട ആശങ്കയായി പറയുന്നത്. ഈ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയതിനോളം പോളിംഗ് ഇത്തവണ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയായിരുന്നു 3 മുന്നണികൾക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ചില ഘടകങ്ങൾ പോളിംഗ് ശതമാനം കുറച്ചു എന്നതാണ് മുന്നണികൾ പറയുന്നത്. അതൊന്ന് പ്രതികൂലമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുള്ളൊരു വിലയിരുത്തൽ നിലവിൽ മുന്നണികൾക്ക് ഉണ്ട്. മറ്റൊന്ന്, ഈ വോട്ടിംഗ് മെഷീനിലുണ്ടായ തകരാറുകൾ, ഒപ്പം ഈ വോട്ടിംഗ് സമയത്തിൽ ഒരുപാട് കാലതാമസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല, എത്തിയ ചില ആളുകൾ വോട്ട് ചെയ്യാതെ മടങ്ങി എന്നുള്ള വിലയിരുത്തലുകൾ അടക്കം നിലവിൽ മുന്നണികൾക്ക് ഉണ്ട്. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 71.16% നിലവിൽ സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ആകെ പോളിംഗ്. ഇനി വീട്ടിലെ വോട്ടും തപാൽ വോട്ടുകളുമാണ് പരിഗണിക്കാനുള്ളത്. ഇതുകൂടി ചേർക്കുമ്പോൾ തന്നെ 73% അടുക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയാണ് എങ്കിൽ 2014 തിരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനത്തിനോട് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനവും എത്തും. പക്ഷേ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഏത് തരത്തിൽ ബാധിക്കുമെന്നൊരു ആശങ്ക നിലവിൽ ഓരോ മുന്നണികൾക്കുമുണ്ട്. കാരണം ഈ ഓരോ പാർട്ടികൾക്കും മേൽക്കൈയുള്ള ചില മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ പോളിംഗ് ശതമാനം വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരു മണ്ഡലത്തിൽ പോലും 80% മുകളിൽ പോളിംഗ് എത്തിയില്ല എന്നതും ഈ തിരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ സമുദായ വോട്ടുകൾ എത്രത്തോളം ആർക്കൊക്കെ പോകും, ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടേക്ക് മറിയും എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതിലൊന്നും തന്നെ കൃത്യമായൊരു കണക്കുകൂട്ടൽ രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ മുന്നണികൾക്ക് ഉള്ളത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് LDFും UDFും ഒപ്പം NDAയും ഈ തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വോട്ടിംഗ് മെഷീനിലെ അടക്കം ചില പ്രശ്നങ്ങളാണ് ഇതിന് കാരണമെന്ന് ഇവർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ പൂർണ്ണമായും തള്ളുന്ന ഒരു വിശദീകരണമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്പം മുമ്പ് ഇറക്കിയ വാർത്താക്കുറിപ്പിലും ഈ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ട് എന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. വടകരയിലെ ചില ബൂത്തുകളിൽ മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പ് സമയം കൂടുതൽ വൈകാനുള്ള കാരണം. 8 ബൂത്തുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന് കാരണം ഈ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കൂടുതൽ ആളുകൾ വൈകിട്ടോടുകൂടി ഒരുമിച്ച് വോട്ട് ചെയ്യാൻ എത്തിയത് എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നൊരു വിശദീകരണം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞാൽ പോലും വിജയപ്രതീക്ഷ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുകയാണ് 3 മുന്നണികളും. വേണം പ്രതീക്ഷ, ഈ ഉയർന്ന ചൂട്, അതുപോലെ തന്നെ ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വന്നപ്പോൾ മടുത്ത് വോട്ടർമാർ മടങ്ങിപ്പോയിട്ടുണ്ടാകാം. ഇതെല്ലാം എല്ലാ മുന്നണികളുടെയും നേതാക്കന്മാർ ഇതിനോടകം പ്രതികരിക്കുമ്പോൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ രണ്ടാമത്തെ കാര്യം എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഉയരുന്നതുമാണ്. ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം എന്താണ്? ആളുകൾക്ക് യഥാസമയം ഒന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്നതിൽ തടസ്സമുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് കരുതുന്നുണ്ടോ?
വേണു, ഈ തിരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ അട്ടിമറി നടന്നു എന്നതാണ് കോൺഗ്രസ് അടക്കം ആരോപിക്കുന്ന കാര്യം. പക്ഷേ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുന്നുണ്ട്. കാരണം ഈ സാധാരണഗതിയിൽ 7 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെയാണ് ഒരാൾ വോട്ട് ചെയ്ത് മടങ്ങാൻ എടുക്കുന്ന സമയം. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ പ്രായമായവരൊക്കെ തന്നെ ഈ വോട്ട് ചെയ്ത് മടങ്ങുന്ന സമയം 1 മിനിറ്റിൽ കൂടുതൽ എടുത്തു എന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അതൊരു കാലതാമസത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മുൻപരിചയമുള്ളവരും മുൻപരിചയമില്ലാത്തവരുമായ ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. ചില ബൂത്തുകളിലടക്കം കള്ളവോട്ട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ കൂടുതൽ ജാഗ്രത പാലിച്ചു. അതാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്തിൽ അല്ലെങ്കിൽ ഓരോരുത്തർക്കും വോട്ട് ചെയ്ത് മടങ്ങാനുള്ള സമയത്തിലുണ്ടായ ചില കാലതാമസമെന്നും തിരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നുണ്ട്. ഈ വടകര മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായ അത് പരിഹരിക്കുമെന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ സഞ്ജയ് കൗൾ അറിയിച്ച ഒരു കാര്യം. മറ്റൊന്ന് ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ വോട്ടിംഗ് മെഷീനിൽ കാര്യമായ ഒരു തകരാർ ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏകദേശം 6% ഈ വോട്ടിംഗ് മെഷീനിലെ തകരാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഇത്തവണ ഈ വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് ഉയർന്നു വരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ട് എങ്കിൽ അത് കൃത്യമായി പരിശോധിക്കുമെന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. വേണം. ശരി, വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ മുന്നണികൾക്ക് ആശങ്ക. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പോളിംഗ് വൈകിയതിനെ ചൊല്ലി വിവാദം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടന്നെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സംസ്ഥാനത്ത് ഇത്രയും മോശം തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ആസൂത്രിതമായ അട്ടിമറി നടന്നതായി സംശയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലും പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും മോശമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഇത് സംസ്ഥാനത്ത് വ്യാപകമായി വോട്ടിംഗ് മെഷീൻ കേടാകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ട് ആ വോട്ടിംഗ് മെഷീൻ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ പല സ്ഥലത്തും എടുത്തു. ആ സമയമെങ്കിലും വൈകുന്നേരത്തെ 6 മണി കഴിഞ്ഞുള്ള സമയം നീട്ടി കൊടുക്കണ്ടേ? ഇതൊന്നും ഉണ്ടായില്ല. ചില സ്ഥലത്ത് ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരുണ്ടായില്ല. ഇലക്ഷൻ കമ്മീഷനെയും ഇലക്ടറൽ ഓഫീസറെയും എല്ലാം ഈ കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് നമ്മൾ അറിയിച്ചിട്ടും ഒരു ഇടപെടൽ അവരുടെ ഭാഗത്ത് നടത്തിയില്ല. കേരളത്തിലെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തവണ്ണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അലങ്കോലമാക്കിയ ഒരു ഇലക്ഷനായിരുന്നു ഇന്നലത്തെ ഇലക്ഷൻ. സത്യത്തിൽ വോട്ടർമാരെ പീഡിപ്പിച്ച ഒരു ഇലക്ഷനായിരുന്നു ഇന്നലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മിഷണറി ഉദ്യോഗസ്ഥന്മാർ നടത്തിയത്. ഇലക്ട്രൽ സിസ്റ്റം കംപ്ലീറ്റ് CPM ഹൈജാക്കിയായിരുന്നു. CPMന്റെ ഡിസ്ട്രിക്ട് കമ്മിറ്റി യോഗത്തിൽ വെച്ച് അവർ കൊടുത്ത ടാർഗറ്റ് ഇരട്ട വോട്ടുകൾ ഒരു ബൂത്തിൽ മിനിമം 10 വോട്ടുകൾ വെച്ച് ഇരട്ട വോട്ടുകൾ ചെയ്യണമെന്നാണ് ടാർഗറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് 3 മണിക്ക് ശേഷം ബൂത്തുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയതാണ് പോളിംഗ് വൈകാൻ ഇടയാക്കിയത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗളിന്റെ വിശദീകരണം. 95% ബൂത്തിൽ വൈകുന്നേരം 6 മണി 6:30 പോളിംഗ് കഴിഞ്ഞു. ബാക്കി ബൂത്ത്സ് ബൈ 8-9 ഇറ്റ് വാസ് ഓവർ. ജസ്റ്റ് ദീസ് വടക്കരണ്ട് 8 ബൂത്തിൽ മാത്രമേ ആയിരുന്നു കുറച്ച് ഇഷ്യൂസ്. 3 മണിക്ക് ശേഷം ഈ ബൂത്തുകളിൽ ഒത്തിരി ആൾക്കാർ ഒരു വലിയ ഒരു നമ്പർ വോട്ടേഴ്സ് വന്നു. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തത്. അതൊന്ന്. രണ്ടാമത്തെ ഈ വോട്ടിംഗ് മെഷീനിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അനലൈസ് ചെയ്തു. കഴിഞ്ഞ ഇലക്ഷൻ ആവറേജ് ഒരു 5% ഫെയിലിയർ റേറ്റ്. ഈ പ്രാവശ്യം VVPAT ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റിൻ്റെ 0.44% ആണ് ഫെയിലിയർ റേറ്റ്. VVPATൻ്റെ 2.1% ആണ്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രാവശ്യം മെഷീൻസ് ഹാവ് പെർഫോംഡ് മച്ച് ബെറ്റർ ദാൻ ലാസ്റ്റ് ടൈം. നോക്കാം. എന്തായാലും വി വിൽ ബി എക്സാമിനിങ് അതെങ്ങനെ എന്ത് സംഭവിച്ചു, വെദർ അറേഞ്ച്മെന്റ്സിന്റെ കുറവായിരുന്നു, വാട്ട് ഹാപ്പൻ, എന്താ നോക്കാൻ പോകുന്നു. വടകര മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പോളിംഗ് വൈകിയതും വിവാദമായി. UDFന് ആധിപത്യമുള്ള ബൂത്തുകളിൽ ബോധപൂർവം വോട്ടെടുപ്പ് വൈകിപ്പിച്ചുവെന്ന് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആരോപിച്ചു. ചിലയിടത്ത് മന്ദഗതിയിലാണ് പോളിംഗ് നടന്നത് എന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജയും പറഞ്ഞു. ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതാണ്. UDFന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് സംഭവിച്ചതെന്നുള്ള പരാതി UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ച് ഞങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യും. നല്ല പ്രതീക്ഷയാണ്. നന്നായിട്ട് ജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്.
അവസാനത്തെ ഞങ്ങൾ സാധാരണ പോളിംഗ് ബൂത്തിൽ നിന്നുള്ളൊരു കണക്കുകൾ ശേഖരിക്കും. പക്ഷേ ഇത്തവണ പോളിംഗ് വൈകിയതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. അതിപ്പം കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ കിട്ടിയിടത്തോളം കണക്കുകൾ വെച്ച് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അത് ചിലപ്പോൾ അവർ പരാജയപ്പെടുമോ എന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല. പോളിംഗ് വൈകിയതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് UDF മാത്രമല്ല, എല്ലാവർക്കും ഉണ്ടായിരുന്നു. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ പരാതികളാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്ന് മാത്രമല്ല, പ്രവീൺ കുമാറും ഷാഫിയും ഒക്കെ പറയുന്നത് കോൺഗ്രസിന് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ രാഷ്ട്രീയമായ താല്പര്യത്തോടുകൂടി പോളിംഗ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് മനഃപൂർവ്വം തെരഞ്ഞെടുപ്പ് പ്രക്രിയ വൈകിപ്പിച്ചു എന്നടക്കമുള്ള ആരോപണങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടോ യഥാർത്ഥത്തിൽ അവിടെ? വേണു, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ആവേശ പോരാട്ടവും പ്രചാരണവും നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു വടകര. ഓരോ പ്രചാരണ പരിപാടികളിലും പങ്കെടുത്ത ആളുകളെ കണ്ടാൽ ഒരുപക്ഷെ പ്രതീക്ഷിച്ചത് 85% മുകളിൽ ഈ പോളിംഗ് ശതമാനം പോകുമെന്നായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ 82% ഇത്തവണ അത് 77 കുറഞ്ഞു. 5% പോളിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയത്. ഇത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് LDFും UDFും. പക്ഷേ അതിൽ അട്ടിമറി സംശയിക്കുകയാണ് UDF. പ്രവീൺ കുമാർ ഷാഫി പറമ്പിലും പറയുന്നത് UDF കേന്ദ്രങ്ങളിൽ മനഃപൂർവ്വം വോട്ടിംഗ് താമസിപ്പിച്ചുകൊണ്ട് ഈ പോളിംഗ് ശതമാനം കുറയ്ക്കാൻ ഇടപെടൽ നടന്നു എന്നാണ്. ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടായി എന്നാണ് UDF ഇപ്പോൾ ആരോപിക്കുന്നത്. ഇലക്ഷൻ കമ്മിറ്റി യോഗം UDFന്റെ വരും ദിവസങ്ങളിൽ ചേരും. ഈ വിഷയങ്ങൾ, തെരഞ്ഞെടുപ്പ് പോളിംഗ് കുറഞ്ഞ വിഷയങ്ങളും അതോടൊപ്പം തന്നെ UDF കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞ പ്രശ്നങ്ങളും വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. ആ ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകണമെങ്കിൽ അതുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ UDFന്റെ തീരുമാനം. ഇന്നലെ നമ്മൾ രാവിലെ 7 മണി മുതൽ രാത്രി 11:45 വരെ ഓരോ ബൂത്തുകളിലും പോയതാണ്. UDF കേന്ദ്രങ്ങളിൽ മാത്രമല്ല, എല്ലാ ബൂത്തുകളിലും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. 1 മിനിറ്റിൽ കൂടുതൽ ഒരു വോട്ടർ വോട്ട് ചെയ്യാൻ എടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് യന്ത്രങ്ങളുടെ പ്രശ്നമാകാം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവാകാം, അങ്ങനെ എന്തുമാകാം. പക്ഷേ അത് എന്താണെന്ന് കണ്ടെത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. LDFും UDFും ഒന്നിച്ചു പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വൈകിയെന്ന്. അല്പം മുമ്പ് KK ശൈലജ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതും പോളിംഗിന് സമയമെടുത്തു. ചരിത്രത്തിൽ ഇതുവരെയും 11:45 വരെയൊക്കെ പോളിംഗ് പോകുന്നത് എവിടെയും ഉണ്ടായിട്ടില്ല. അതെന്താണെന്നത് പരിശോധിക്കണം. ഉദ്യോഗസ്ഥരെ പഴിചാരാൻ നിലവിൽ താനില്ല, അല്ലെങ്കിൽ LDF ഇല്ല എന്ന കാര്യമാണ് നിലവിൽ KK ശൈലജ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷവും വടകര മണ്ഡലത്തിൽ പോളിംഗിനെ ചൊല്ലിയുള്ള യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയാണ്. ഇതിനെല്ലാം വ്യക്തത വരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. വേണു, രാഹുൽ, ഈ MV ജയരാജൻ അടക്കമുള്ളവരുടെ പ്രതികരണം പക്ഷേ ശ്രദ്ധേയമാണ്. നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അവർക്ക് MLA-മാരുള്ള മണ്ഡലങ്ങൾ, അവർക്ക് ആധിപത്യമുള്ള മണ്ഡലങ്ങൾ, അവിടെയൊക്കെ പരമാവധി പാർട്ടി വോട്ട് ഉൾപ്പെടെ ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നതടക്കമുള്ള പ്രതികരണങ്ങളാണ് അവർ നൽകുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി കൂടി പരിശോധിക്കേണ്ട സാഹചര്യം വരുന്നു UDFന്, കോൺഗ്രസിന് ഈ പോളിംഗ് കുറഞ്ഞതിൽ. അത്തരം ആലോചനകൾ നടക്കുന്നുണ്ടോ അവരുടെ കേന്ദ്രങ്ങളിൽ? വേണു, പോളിംഗ് ശതമാനം കുറഞ്ഞാലും അത് LDFനും UDFനും ഗുണം ചെയ്യുമെന്നാണ് ഇരു പാർട്ടികളും ഇപ്പോൾ പറയുന്നത്. നേരത്തെയൊക്കെ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ LDFന് അനുകൂലമാകുമെന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പോളിംഗ് ശതമാനം ഉയർന്ന മണ്ഡലങ്ങളിലും അത് LDFന് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോളിംഗ് ശതമാനം കുറഞ്ഞാലും കൂടിയാലും ഏതെങ്കിലും മുന്നണികൾക്ക് അനുകൂലമാകുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ മുന്നണികൾ അത് വലിയ വിജയപ്രതീക്ഷയിലാണുള്ളത്. ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ആകെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. അതിൽ വടകര ഒഴികെ ബാക്കി 6ഉം LDFന്റെ കയ്യിലാണുള്ളത്. വടകര UDFന്റെ കയ്യിലുള്ള വടകര മണ്ഡലത്തിൽ 79.08% വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി LDFന്റെ കയ്യിലുള്ള കുറ്റ്യാടിയിൽ 78.30, നാദാപുരത്ത് 78.29, കൊയിലാണ്ടിയിൽ 76.72, പേരാമ്പ്രയിൽ 79.42, തലശ്ശേരിയിൽ 76.01, കൂത്തുപറമ്പ് 77.46, ഏതാണ്ട് 80-നോട് അടുത്ത പോളിംഗ് ശതമാനം ഈ മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. LDF പറയുന്നത് അവരുടെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്തിട്ടുണ്ട്, UDFന്റെ വോട്ടാണ് രേഖപ്പെടുത്താത്തതെന്ന് LDF പറയുന്നു. UDF പറയുന്നു UDF കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പരമാവധി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, LDFന്റെ വോട്ടാണ് രേഖപ്പെടുത്താത്തതെന്ന്. അങ്ങനെ പരസ്പരം ആ ആത്മവിശ്വാസം പങ്കിടുന്നുണ്ട്. പക്ഷേ വോട്ടെണ്ണിയാൽ മാത്രമാണ് ആരുടെ കീശയിലിരുന്ന വോട്ടുകളാണ് പോയതെന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം LDFന്റെ ഇപ്പോൾ തുടരുകയാണ്. വടകര
ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് LDFന്റെ യോഗം തുടരുന്നത്. UDFന്റെ യോഗം വരും ദിവസങ്ങളിൽ ചേരും. ഈ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും എവിടെയെങ്കിലും വോട്ടിൽ വിള്ളൽ വരുത്തിയിട്ടുണ്ടോ, ഓരോ മുന്നണിയുടെയും വോട്ടിൽ വിള്ളൽ വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കൂട്ടലും കിഴക്കിലും ഇപ്പോഴും തുടരുകയാണ്. വേണു. ശരി, രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. EP ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച ചർച്ച ചെയ്യാൻ CPIM തിങ്കളാഴ്ച ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. യോഗത്തിൽ EP ജയരാജൻ നേരിട്ട് വിശദീകരണം നൽകും. വിഷയം ഇടതുപക്ഷത്തിനെതിരായ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. മുഖ്യമന്ത്രിയുടെ ദൂതനാണ് EP എന്നും BJP CPIM ഡീൽ വ്യക്തമാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. പ്രകാശ് ജാവദേക്കറെ EP ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു. കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. കണ്ടുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഞാനും എത്രയോ വട്ടം കണ്ടെന്നാണ്. എന്തിനാണ് EP ജയരാജൻ LDF കൺവീനർ, കേന്ദ്ര കമ്മിറ്റി അംഗം, കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള BJPയുടെ പ്രഭാരിയെ കാണേണ്ട ആവശ്യം? SNC ലാവ്ലിൻ കേസും അതുപോലെ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മെസ്സഞ്ചറായിട്ടാണോ EP പോയി പ്രകാശ് ജാവദേക്കറും തമ്മിൽ സംസാരിച്ചത്? BJPയുമായിട്ടൊരു അവിഹിത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് വെളിച്ചത്ത് വന്നപ്പോൾ ഇപ്പോൾ ജയരാജൻ പ്രതിയായി. ജയരാജൻ മാത്രം ഒതുങ്ങുന്നതാണോ ഈ BJP ബാന്ധവം CPMന്റെ? എങ്ങനെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറാൻ പറ്റും? രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെയും UDFനെയും ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. ആ കോൺസ്പിറസിയിൽ പ്രധാന പങ്കുവച്ച ആള് മുഖ്യമന്ത്രി. EP ജയരാജൻ BJPയിൽ പോകും എന്നത് പച്ച നുണയെന്ന് CPIM നേതാവ് MV ജയരാജൻ. വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് തോമസ് ഐസക്കും പറഞ്ഞു. കേവലം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല കോൺഗ്രസിൽ നേതൃനിരയിലുള്ളവർ കൂട്ടത്തോടെ BJPയിൽ പോകുന്നത്. അപ്പോൾ ആ സംഭവത്തെ മറ്റൊരു പച്ച നുണ കൊണ്ട് മറച്ചു പിടിക്കാനുള്ള പാഴ്ശ്രമമാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് KPCC പ്രസിഡന്റ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം. കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ട നയങ്ങളും നിലപാടുകളും എന്തായിരിക്കണം എന്നുള്ളത് സുവ്യക്തമായി പിണറായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലുമായിട്ട് കൂടിക്കാഴ്ചക്ക് പോകാൻ പാടില്ല. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ ഇത്ര വിവാദമായിട്ടുള്ള കാര്യം. അപ്പം അത് സംബന്ധിച്ച് ഒരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞങ്ങളെല്ലാം നിൽക്കുന്നു. ബാക്കി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഘടകത്തിൽ പറയും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഈ കൂടിക്കാഴ്ച വിവാദം ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധി എങ്ങനെ മറികടക്കാനാണ് CPM ആലോചിക്കുന്നത്? വേണു, CPMനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അടിയായി അവർ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ദിവസമാണ്. തെരഞ്ഞെടുപ്പ് ദിവസം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് TP ചന്ദ്രശേഖരന്റെ വീട് VS അച്യുതാനന്ദൻ സന്ദർശിച്ചതുപോലെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള പ്രതികരണമാണ് EP ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് CPMന്റെ മുതിർന്ന നേതാക്കൾക്കടക്കം അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നൊരു താക്കീത് ഉണ്ടാകുന്നത്. ആ താക്കീതിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ വരുന്ന ആവശ്യം. നടപടിയിലേക്ക് കടക്കണം. മാത്രവുമല്ല, നമുക്കറിയാം തിങ്കളാഴ്ച ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ കടുത്ത നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP സ്വയം ഒഴിയുമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറച്ചു കാലത്തേക്കെങ്കിലും മാറ്റി നിർത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾക്കൊരു അന്തിമ തീരുമാനം അറിയണമെങ്കിൽ സ്വാഭാവികമായും തിങ്കളാഴ്ച വരെ കാക്കണം. പക്ഷേ CPM ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം തെരഞ്ഞെടുപ്പ് ദിവസം കിട്ടിയൊരു പ്രഹരം. മാത്രവുമല്ല, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ള ടാഗ് ലൈൻ അത് റദ്ദാക്കുന്ന തരത്തിൽ നീക്കം EP ജയരാജന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി എന്ന് ഘടകകക്ഷി നേതാക്കൾക്കിടയിൽ കാര്യമായ അഭിപ്രായമുണ്ട്. അതടക്കം CPM ഇപ്പോൾ പരിഗണിക്കുന്നുമുണ്ട്. അത് പരിഗണിച്ചുള്ള തുടർ തീരുമാനമായിരിക്കും CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുക. അതേസമയം കോൺഗ്രസ് ആകട്ടെ ഈ വിഷയത്തെ ഇപ്പോൾ നേരെ തിരിക്കുന്നുമുണ്ട്. കാരണം മുഖ്യമന്ത്രിയാണ് ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ള പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും വരുന്നുണ്ട്. ആ രീതിയിലുള്ള രാഷ്ട്രീയ ഒരു മാറ്റം കൂടി ആ വിഷയത്തിൽ ലഭിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ CPMനെ സംബന്ധിച്ച് കടുത്ത നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യത അത് ഒരു പക്ഷേ കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. മാത്രവുമല്ല, അക്കാര്യത്തിൽ അതൃപ്തി അടക്കമുള്ള കാര്യങ്ങൾ CPMലെ ഒരു വലിയ വിഭാഗം നേതാക്കൾക്കുണ്ട്. അത് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വേണു. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. വാർത്താ സമ്മേളനത്തിൽ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ BJP നേതാവ് ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ചു.
10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. തെളിവ് നൽകാൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും ശോഭാ സുരേന്ദ്രൻ തയ്യാറായിരുന്നില്ല. CMRL ഉടമ ശശിധരൻ കർത്ത സുഹൃത്താണ് എന്ന തെറ്റായ ആരോപണവും ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഗോകുലം ഗോപാലൻ അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിന്റെ ഉള്ളടക്കം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, വസ്തുതാവിരുദ്ധമായ ഒരു നുണപ്രചരണം മാനഹാനി ഉണ്ടാക്കുന്ന വിധത്തിൽ അധിക്ഷേപിക്കാൻ വേണ്ടി ഒരു വാർത്താ സമ്മേളനത്തിലൂടെ നടത്തുന്നു. അതിനുശേഷം പരസ്യമായി ഗോകുലം ഗോപാലൻ തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തു പറയാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു വസ്തുതയല്ലെന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും വാർത്താ സമ്മേളനത്തിൽ ഗോകുലം ഗോപാലന്റെ പേര് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് റെപ്യൂട്ടേഷൻ തകർക്കുക, വിശ്വാസ്യത തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിച്ചു. ഇതിലുണ്ടായ മാനഹാനിക്ക് നഷ്ടപരിഹാരമായി 10 കോടി രൂപ 7 ദിവസത്തിനകം നൽകണം. ഇല്ലെങ്കിൽ ക്രിമിനലായും സിവിലുമായ നടപടിയിലേക്ക് പോകുമെന്നുള്ളതാണ് ഗോകുലം ഗോപാലൻ വക്കീൽ നോട്ടീസിലൂടെ ശോഭാ സുരേന്ദ്രനെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയ ശേഷം ഗോകുലം ഗോപാലൻ മാധ്യമങ്ങളോട് വടകരയിൽ സംസാരിച്ചിരുന്നു. ആ വേളയിൽ അദ്ദേഹം പറഞ്ഞത്, ശോഭാ സുരേന്ദ്രനോട് മറുപടി പറയാൻ, ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല, പക്ഷേ നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും പച്ചക്കള്ളവുമാണ് എന്നാണ് ഗോകുലം ഗോപാലൻ പറഞ്ഞത്. അതിലൊന്ന്, കരിമണൽ കർത്ത എന്ന് പറയുന്ന ശശിധരൻ കർത്തയുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. ശശിധരൻ കർത്തയെ നേരിട്ടോ അല്ലാതെയോ ഒരു പരിചയവും ഗോകുലം ഗോപാലൻ ഇല്ല എന്നുള്ളതാണ് വസ്തുത എന്നുള്ളതും ഗോകുലം ഗോപാലൻ ഇന്നലെ പറഞ്ഞതാണ്. ഇന്നലെ ഈ കാര്യം ഗോകുലം ഗോപാലൻ പറയുകയും ഇന്ന് വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ് വേണുബാലകൃഷ്ണൻ. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. തടഞ്ഞുവെച്ച ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭൂപതിവ് ഭേദഗതി, അബ്കാരി നിയമ ഭേദഗതി, തണ്ണീർത്തട സംരക്ഷണ നിയമം ഉൾപ്പെടെ 5 ബില്ലുകൾക്കാണ് അംഗീകാരം നൽകിയത്. ഗവർണർ ബില്ലിൽ ഒപ്പുവെച്ചത് സർക്കാർ ഗവർണർ അന്തർധാരയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ ഇരുവരും തർക്കിക്കും, പിന്നാലെ മധുരം കൈമാറുമെന്നും VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് പ്രതിരോധത്തിലാവുമ്പോൾ മാത്രമാണ് ഗവർണർ രംഗപ്രവേശം ചെയ്യാറുള്ളത്. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ട സമാധാന കാലമുണ്ട്. അപ്പം ഇങ്ങനെ ബില്ല് ഒപ്പിട്ട് കൊടുക്കും. ഇവിടെ നിന്ന് മധുരപലഹാരം അങ്ങോട്ട് പോകും, അവിടെ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ ഇങ്ങോട്ട് വരും. ഇവർ തമ്മിൽ ഏർപ്പാടല്ലേ, ഒരുമിച്ചുള്ള ഏർപ്പാടല്ലേ. VA ഗിരീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ഗിരീഷ്, ഏതൊക്കെ ബില്ലുകളാണ് ഗവർണർ ഒപ്പിട്ടത്? ഇപ്പോൾ ഇങ്ങനൊരു അനുകൂല നിലപാടെടുക്കാനുള്ള സാഹചര്യം എന്താണ്? വേണു, ഇത്തരം ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ വലിയ തരത്തിലുള്ള നിയമ നടപടികളും അതോടൊപ്പം രാഷ്ട്രീയ സമരവുമൊക്കെ പ്രഖ്യാപിച്ചതാണ്. ഇക്കാര്യത്തിൽ ഇടുക്കിയിൽ ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള ഇടതുമുന്നണിയുടെ പ്രതിനിധികൾ രാജ്ഭവന് മുമ്പിൽ വലിയ തരത്തിലുള്ള പ്രക്ഷോഭവും നടത്തിയിരുന്നു. ഇടുക്കിയിൽ ഹർത്താൽ ആചരിക്കുകയുമൊക്കെ ചെയ്തു. ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലാണ്. അതോടൊപ്പം നെൽവയൽ നീർത്തട സംരക്ഷണ ബില്ല്, ക്ഷീരസഹകരണ ബില്ല്, സഹകരണ നിയമ ഭേദഗതി ബിൽ, അബ്കാരി നിയമ ഭേദഗതി ബിൽ എന്നിങ്ങനെ 5 ബില്ലുകളിലാണ് ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ തന്നെയാണ്. കാരണം ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബില്ലാണ് ഇത് ഒപ്പിടാത്തതിനെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഒക്കെ രാജ്ഭവനിൽ ഉണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനം, നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ഭൂമി ഏതാവശ്യത്തിനാണോ പതിച്ചു നൽകുന്നത് ആ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ജീവനോപാധികൾക്കായി ചെറിയ തരത്തിലുള്ള I mean, that is for the election commission to see, but overall the percentage of polling is very satisfactory. No, I don't know. That is for the election commission to take a view. You signed 5 bills today. You signed 5 bills today. You sanctioned the bills which No, I signed few days back, but you came to know about it today after the polling. So the lack of sanctioning, the time is really long, so the state also... Because we had it is nothing to do with the court. They are planning. So many news keep appearing in the papers, so that is not important. But we had received so many petitions against all these things. So we had to send to the government and seek their comments
comments came, and then other people also came with their petitions, those who were in favor. So taking overall view, it takes little time. That is right. Okay, thank you very much. ഗവർണർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ബില്ലുകൾ ഒപ്പിടാൻ വൈകിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കടക്കമാണ് അദ്ദേഹം മറുപടി നൽകിയത്. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. ഗിരീഷ്, പറയാം. വേണു, ഇത്തരത്തിൽ ബില്ലുകൾക്ക് അനുമതി നിഷേധിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ ബില്ലുകളിൽ ഒപ്പിടാത്തതിനെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. നേരത്തെ സൂചിപ്പിച്ച പോലെ നിലവിലുള്ള നിയമമനുസരിച്ച് ഭൂപതിവ് നിയമമനുസരിച്ച് ഏതാവശ്യത്തിനാണോ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത് ആ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ജീവനോപാധികൾക്കായി ചെറിയ തരത്തിലുള്ള നിർമ്മാണങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളോ ഹോട്ടലുകളോ മില്ലുകളോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവ അനധികൃത നിർമ്മാണമായി കണക്കാക്കാനും അതോടൊപ്പം തന്നെ ഈ ഭൂമി തിരിച്ചെടുക്കാനുമുള്ള അധികാരമുണ്ട് എന്ന ഹൈക്കോടതി വിധിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഒരു നിയമ ഭേദഗതിക്ക് തയ്യാറായത്. നിയമസഭ ഏകകണ്ഠമായിട്ടാണ് ഈ ഭേദഗതി പാസ്സാക്കിയത്. എന്നാൽ ഇത് ഗവർണർ ഒപ്പിടുന്നില്ല എന്ന രാഷ്ട്രീയ വിമർശനം CPIMൻ്റെയും അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയുടെയും ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഗവർണർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഗവർണർ ഈ ബില്ലുകളിൽ ഒപ്പിട്ടിരിക്കുന്നു. ഇതോടുകൂടി ഇടുക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഒരു ആശ്വാസമാവുകയാണ്. കാരണം ഈ അനധികൃത നിർമ്മാണം എന്ന് വ്യാഖ്യാനിച്ചവയൊക്കെ സർക്കാരിന് റെഗുലറൈസ് ചെയ്യാനുള്ള ഒരു അധികാരം കൂടി ഈ നിയമ ഭേദഗതിയിലൂടെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങളുടെ ഒരു വലിയ ബുദ്ധിമുട്ട് ഇതിലൂടെ നീങ്ങുകയാണ്. ഗവർണർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് ഗവർണർക്ക് ലഭിച്ചിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ മറുപടി തേടി മാത്രമല്ല ചില നിയമവശങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഗവർണർ ഈ ബില്ലുകളിൽ ഒപ്പിട്ടതെന്നാണ് രാജ്ഭവനും വ്യക്തമാക്കുന്നത്. ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധിക്ക് അയവ് വന്നിരിക്കുന്നു. വേണു, ഗിരീഷ്, ഒരു കാര്യം കൂടി. ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതികരണം കേട്ടിരുന്നല്ലോ. ഈ ഘട്ടത്തിൽ ഗവർണറും സർക്കാരുമായി ഉള്ള സമരമെല്ലാം ശീതസമരം അവസാനിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രതികരണമാണ് അവർ നടത്തിയത്. പക്ഷേ ഈ ഭൂപതിവ് ഭേദഗതി ബില്ലിൻ്റെ അംഗീകാരം നേരത്തെ ആയിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തേനെ, ഇടുക്കിയിലടക്കം. അതുകൊണ്ട് ഈ രാഷ്ട്രീയ ആരോപണത്തിന് എന്ത് പ്രതികരണം ഉണ്ടാക്കാൻ കഴിയും? വേണു സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം ഏറ്റവും പ്രധാനമായിട്ട് ഈ ഭൂപതിവ് ഭേദഗതി ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പ് ഗവർണർ അംഗീകരിച്ചിരുന്നുവെങ്കിൽ, ഈ ഭേദഗതിക്ക് അംഗീകാരം നൽകിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇടുക്കിയിൽ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിൽ ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ പ്രചരണ ആയുധം, രാഷ്ട്രീയ പ്രചാരണ ആയുധം തന്നെ ഇതായിരുന്നേനെ. ജനങ്ങളെ വലിയ തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നായി ഇത് മാറുകയും ചെയ്തേനെ. പക്ഷേ അത്തരത്തിലുള്ള നിയമ പോരാട്ടങ്ങളും ഒക്കെ സർക്കാർ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തുകയും ചെയ്തിരുന്നു. ഇതിലൊന്നും വഴങ്ങാതെ വന്നപ്പോഴാണ് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ രാജ്ഭവനിൽ നീണ്ടത്. ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ആരോപണം, അത് പൊതുവെ ബില്ലുകളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ഭൂപതിവ് മാത്രമല്ല മറ്റ് പല ബില്ലുകളിലും ഇത്തരത്തിൽ ഒരു ഗവർണർ സർക്കാർ ഭായി ബന്ധമാണ് ഉള്ളതെന്നും ഇപ്പോൾ നടക്കുന്നതെല്ലാം നാടകമാണെന്നും വളരെ മുമ്പ് തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നതാണ്. അതേ ആരോപണം അവർ ഇപ്പോഴും ഉന്നയിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ ഭൂപതിവ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിരുന്നതുമാണ്. വേണു, വി എ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിൽ മത്സരിക്കും എന്ന് സൂചന. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനം. ഇന്ന് ചേരാൻ നിശ്ചയിച്ചിരുന്ന CEC യോഗം മാറ്റിവെച്ചു എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഇന്നത്തെ ഈ നിർണായക യോഗം മാറ്റിവെക്കേണ്ട സാഹചര്യം എന്താണ്? തീർത്തും സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും വിധത്തിൽ ഈ രാധാകൃഷ്ണൻ അല്പസമയത്തിനകം ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരും. അമേഠിയിലും റായ്ബറേലിയിലും ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. രാഹുലും പ്രിയങ്കയും മത്സരിക്കുമെന്ന സൂചനകളാണ് രാവിലെ മുതൽ വന്നിരുന്നത്. ഇപ്പോൾ ആ യോഗം സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. രാധാകൃഷ്ണൻ, പറഞ്ഞോളൂ. തികച്ചും സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാണ് ഈ യോഗം മാറ്റിവെക്കാൻ ഉള്ള കാരണം എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. പ്രചരണ പരിപാടികൾ അടക്കമുള്ളവ ആരംഭിക്കുവാൻ ഉള്ള സജ്ജീകരണം തയ്യാറാക്കാനുള്ള നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധിയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും എന്ന വിധത്തിലാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം. മറ്റ് അത്ഭുതങ്ങളൊന്നും നടന്നില്ലെങ്കിൽ രണ്ടുപേരും അവിടെ സ്ഥാനാർത്ഥികളായി എത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തും. CEC യോഗം ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ തന്നെ ഉണ്ടാകും എന്ന
വിവരവും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ നെഹ്റു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനുകൂല സമീപനമാണ് ഏറ്റവും പ്രധാനമായി മാറിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് വീണ്ടും ഉത്തർപ്രദേശിലെ ആ 2 മണ്ഡലങ്ങളിലും അമേത്തിയിലും റായ്ബറേലിയിലും നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളവരെ നിർത്തി മത്സരിപ്പിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത്. കഴിഞ്ഞ തവണ അമേത്തിയിൽ രാഹുൽ ഗാന്ധിക്ക് പരാജയം രുചിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ റായ്ബറേലിയിൽ സോണിയാഗാന്ധി മികച്ച വിജയം നേടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. വേണു. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകി. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. മെയ് 1 വരെ പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയേക്കും. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങൾ? വേണു, സംസ്ഥാനത്ത് ചൂട് കൂടും. അടുത്ത ദിവസങ്ങളിലും ഉയർന്ന താപനില തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ, ഒപ്പം കൊല്ലത്തും തൃശ്ശൂരും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരുന്നതുമാണ്. 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാണ് പാലക്കാട് പല മേഖലകളിലും രേഖപ്പെടുത്തുന്നത്. അത് അത്യുഷ്ണമാണ്. അത് സഹിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ചൂടാണ്. ഈ ചൂട് കാരണം, അല്ലെങ്കിൽ ഈ ഉഷ്ണം കാരണം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സൂര്യാഘാതം, സൂര്യതാപം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടി ധാരാളം വെള്ളമടക്കം കുടിക്കണമെന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അതൊക്കെ പാലിക്കണമെന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് മെയ് 1 വരെയുള്ള ദിവസങ്ങളിൽ പാലക്കാട്, കൊല്ലം, തൃശ്ശൂർ ജില്ലകളിൽ ചൂട് 41 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കണം. അതിനു പുറമെ അല്ലെങ്കിൽ ഈ 3 ജില്ലകൾക്ക് ഒപ്പം 12 ജില്ലകളിൽ, അതായത് ആകെ 12 ജില്ലകളിൽ കൂടി ഇത്തരത്തിൽ താപനില ഉയരാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ല, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയർന്നേക്കാനാണ് സാധ്യത. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ ജാഗ്രത തുടരണം. മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്തും ഒപ്പം തെക്കൻ തമിഴ്നാട് തീരത്തും ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് ഈ ഉയർന്ന ചൂട് തുടരുമ്പോഴും ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലും കാറ്റോടും കൂടിയ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും മലയോര മേഖലയിലാണ് ഇത്തരത്തിൽ മഴ ലഭിക്കാൻ സാധ്യത. പക്ഷേ വലിയ മഴ ലഭിക്കില്ല ഈ മേഖലകളിലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഉയർന്ന ചൂട് തുടരുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണം. ശരി, സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. അലക്സ മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്. ദേശാടന പക്ഷികളെ ക്രൂരമായി വേട്ടയാടി ചുട്ടു തിന്നുന്ന സംഘത്തിലെ 3 പേർ കോഴിക്കോട് പിടിയിൽ. തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത്. പക്ഷികളുടെ കണ്ണിൽ കമ്പി കുത്തിയിറക്കി അതിക്രൂരമായാണ് വേട്ടയാടിയിരുന്നത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, പ്രാവ്, അതുപോലെ അരണ്ട, കൊക്ക് എന്നിവയ്ക്കൊപ്പം ദേശാടന പക്ഷികളെയും വ്യാപകമായി വേട്ടയാടി ചുട്ടുതിന്നുന്ന സംഘമാണ് ഇപ്പോൾ കോഴിക്കോട് പിടിയിലായിരിക്കുന്നത്. കോഴിക്കോട് കൊടിയത്തൂരിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും ഇവിടെ ഇത്തരത്തിൽ ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ തൊഴിലാളികൾ ഇത്തരം പ്രവൃത്തികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അന്ന് പക്ഷേ അവരെ പിടികൂടിയപ്പോൾ അവരുടെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷികളോ വലയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ പോലീസും വനംവകുപ്പും അവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ അവരെ വിട്ടുവഴിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വേട്ട അവിടെ നടക്കുന്നുണ്ട് എന്നറിയുകയും നാട്ടുകാർ അവരെ പിടികൂടുകയും ചെയ്തു. അവർ വലിയ ക്രൂരതയാണ് ഈ പക്ഷികളോട് കാണിക്കുന്നത്. പക്ഷികളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നു. അതായത് കമ്പിയും അതുപോലെ സൂചിയും ഒക്കെ കയറ്റിക്കൊണ്ട് കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയും പിന്നീട് ആ പ്രാവുകളെയോ അല്ലെങ്കിൽ മറ്റു പക്ഷികളെയോ അവരുടെ കാലിൽ ബന്ധിപ്പിക്കുകയും ചെയ്യും. ആ പ്രദേശത്ത് അതിനുശേഷം അവിടെ പ്രദേശത്ത് വലിയ രീതിയിൽ തന്നെ വല വിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്ന ഈ പക്ഷികളെ അവർ കെട്ടിയിടും. അതിനെ ഒരു കെണിയാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെ അവ ചിറകിട്ടടിക്കുമ്പോൾ മറ്റു പക്ഷികൾ അവിടേക്ക് വരികയും നേരത്തെ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള വല വലിച്ച് കൂട്ടുന്നതോട് കൂടെ വ്യാപകമായി പക്ഷികൾ അതിനകത്ത് കുടുങ്ങിപ്പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് അവർ വലിയ രീതിയിൽ പക്ഷികളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഇന്ന് നാട്ടുകാർ ഇടപെടുകയും ഈ 3 പേരെ, തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള 3 പേരെ ഇപ്പോൾ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്.
തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള മണികണ്ഠൻ, രാജേഷ്, രവി എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ കോഴിക്കോട് പന്നിക്കോട് വാടകയ്ക്ക് താമസിക്കുകയാണ്. ആക്രി കച്ചവടം നടത്തുന്ന വ്യക്തികളാണ്. ഇവർക്കൊപ്പം 2 പേർ കൂടി ഉണ്ടായിരുന്നു. അവർ ഓടി രക്ഷപ്പെട്ടു. ഇപ്പോൾ പോലീസ് ഈ 3 പേരെയും വനം വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളെ ഉൾപ്പെടെ ഇവർ പിടികൂടിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ വന്യജീവി സംരക്ഷണ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഇവർക്കെതിരെ കേസെടുക്കും എന്നാണ് വനം വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ 3 പ്രതികളും വനം വകുപ്പിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ ഊഞ്ഞാലാടുന്നതിനിടെ കൽത്തൂൺ ഇളകി തലയിൽ വീണ് 14-കാരന് ദാരുണാന്ത്യം. തിരുവങ്ങാട് സ്വദേശി KP ശ്രീനികേതാണ് മരിച്ചത്. തിരുവങ്ങാട് വലിയ മാടാവിൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അലക്കുകല്ലിനോട് ചേർന്ന് സ്ഥാപിച്ച കൽത്തൂണിൽ ഊഞ്ഞാൽ കെട്ടി ആടുന്നതിനിടെയാണ് അപകടമുണ്ടായത്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സജോ, എങ്ങനെയായിരുന്നു ഈ അപകടം? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഇന്നലെ വൈകിട്ടാണ് ഈ ദാരുണമായ അപകടം ഉണ്ടായത്. വിദ്യാർത്ഥികളെയും കുടുംബ വീട്ടിലാക്കിയതിനു ശേഷം മാതാപിതാക്കൾ പുറത്തുപോയിരുന്നു. ആ കുടുംബ വീട്ടിലെ അലക്കുകല്ലിനോട് ചേർന്ന് 2 കൽത്തൂണുകൾ സ്ഥാപിച്ചിരുന്നു. ആ കൽത്തൂണുകൾ കയറുപയോഗിച്ച് ചേർത്ത് ബന്ധിച്ച് ഊഞ്ഞാലാടുകയായിരുന്നു ശ്രീനികേതും മറ്റ് കുട്ടികളുമൊക്കെ ചേർന്ന്. അതിനിടെയാണ് കാര്യമായ ബലവും ഉറപ്പും ഉണ്ടായിരുന്നതല്ല ഈ കൽത്തൂണുകൾ. ശ്രീനികേത് ഊഞ്ഞാലാടുന്നതിനിടെ കൽത്തൂൺ തകർന്ന് ശ്രീനികേതിന്റെ തലയിലേക്ക് പതിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റു. തൊട്ടു പിന്നാലെ തന്നെ ഈ വിദ്യാർത്ഥിയെ സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തലയ്ക്കാണ് ഗുരുതരമായി പരിക്ക്. വലിയ ഉറപ്പൊന്നുമില്ലാതെ തുണിയിടുന്നതിനും മറ്റുമായാണ് 2 കൽത്തൂണുകൾ അവിടെ നിർമ്മിച്ചിരുന്നത്. അതാണ് പൂർണ്ണമായും തകർന്ന് തലയ്ക്ക് മുകളിലേക്ക് പതിച്ചത്. അത് രണ്ടും ചേർത്ത് ബന്ധിച്ചിരുന്നു. വിദ്യാർത്ഥികൾ ആടുന്നതിൻ്റെ ഒരു ആയത്തിലാണ് അത് തകർന്ന് വീഴുകയും ചെയ്തത്. ദാരുണമായ സംഭവം. 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് 14-കാരനായ KP ശ്രീനികേത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. വൈകിട്ടാണ് സംസ്കാരം. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ കടുവകൾ ഇറങ്ങി. കന്നിമല ലോവർ ഡിവിഷനിൽ 3 കടുവകളാണ് എത്തിയത്. പ്രദേശത്ത് കഴിഞ്ഞ ദിവസം പശുവിനെ കടുവ ആക്രമിച്ചു കൊന്നിരുന്നു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, നിലവിലെ സാഹചര്യം എന്താണ്? വേണു, നിലവിലെ സാഹചര്യത്തിൽ കടുവകൾ വനത്തിലേക്ക് കയറിപ്പോയി എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് കടുവകൾ എത്തിയിരുന്നു. മാത്രമല്ല, ഒരു പശുവിനെ കടിച്ചു കൊന്നിരുന്നു. അത് ഭക്ഷിക്കാൻ വേണ്ടി വീണ്ടും അത് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ആശങ്കയാണ് നാട്ടുകാർ പ്രകടിപ്പിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് നാട്ടുകാർ തന്നെയാണ്. കന്നിമല ലോവർ ഡിവിഷനിലെ തോട്ടം തൊഴിലാളികളാണ്. ഇവർക്ക് ഈ തോട്ടത്തിൽ ജോലിക്ക് പോകാൻ പോലും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും വനംവകുപ്പ് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ കടുവയെ കണ്ട സ്ഥലത്ത് ഡ്രോൺ നിരീക്ഷണം, അതായത് ഒരു ചോലവനമാണ്, അവിടെ ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ നടത്തി 2 മണിക്കൂറോളം രാവിലെയും വൈകിട്ടുമായി ഡ്രോൺ നിരീക്ഷണം നടത്തി. പക്ഷേ കടുവകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് ഉൾവനത്തിലേക്ക് കയറി പോയിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുമുണ്ട്. എന്തായാലും നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. തെരഞ്ഞെടുപ്പ് ആവേശത്തിലാക്കിയ പ്രവർത്തകരുമായി ആവേശം സിനിമ കണ്ട് ചാണ്ടി ഉമ്മൻ. കോട്ടയം പാല പുത്തോട്ട് തിയേറ്ററിലാണ് 200ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി ചാണ്ടി ഉമ്മൻ എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും കൂട്ടരും വൻ പ്രചാരണ പരിപാടികളാണ് നടത്തിയത്. 1.5 മാസക്കാലം നീണ്ട പ്രചാരണം അവസാനിച്ചതോടെയാണ് പ്രവർത്തകർക്കൊപ്പം സിനിമ കാണാൻ ചാണ്ടി ഉമ്മൻ എത്തിയത്. ഞങ്ങളൊരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഓർത്ത് യൂത്ത് കോൺഗ്രസ്സുകാരെല്ലാം ഈ സിനിമ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും ഫുൾ വർക്ക് ചെയ്തതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ അതിനുശേഷം ഒരു സിനിമ കാണുമെന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ചാണ്ടി ഉമ്മൻ സിനിമ കാണാൻ എത്തിയിരുന്നു. പക്ഷെ അന്ന് പ്രവർത്തകരൊപ്പമില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് ആവേശമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ആവേശം കണ്ട് എല്ലാവരും മടങ്ങിയത്. 24 കോട്ടയം. സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് AAP കോഴ വാങ്ങിയതിന് തെളിവില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത എതിർ സത്യവാങ്മൂലത്തിലാണ് കെജ്രിവാൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കോഴപ്പണം ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നതിനും തെളിവില്ലെന്ന് കെജ്രിവാൾ വ്യക്തമാക്കുന്നു. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കെജ്രിവാൾ എതിർ സത്യവാങ്മൂലമാണ് സമർപ്പിച്ചിരിക്കുന്നത്. കെജ്രിവാൾ അതിൽ പറയുന്നത് ഈ സൗത്ത് ഗ്രൂപ്പിൽ നിന്ന് കോഴ ആം ആദ്മി വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വാങ്ങി എന്ന് പറയുന്ന ഭാഗം അത് കേവലം ഒരു ആരോപണം മാത്രമാണ്. ഒരു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തെളിവ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ
ആദ്മിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും അത് അടിസ്ഥാനരഹിതമാണ്. തെളിവുകളുടെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള നിലപാടാണ് ഈ സത്യവാങ്മൂലത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിട്ടുള്ളത്. ആർ രാധാകൃഷ്ണൻ, ഡൽഹിയിൽ നിന്ന്. പത്മജ വേണുഗോപാലിനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച് കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉടൻ BJPയിൽ ചേരും എന്ന പരാമർശത്തിന് മറുപടിയായാണ് വെല്ലുവിളി. കെ കരുണാകരനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ പരാമർശത്തെ വിമർശിച്ച് കെ മുരളീധരൻ രംഗത്തെത്തി. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പിന് ശേഷം BJPയിലേക്ക് എത്തുമെന്നും അക്കൂട്ടത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ടാകുമെന്ന പത്മജ വേണുഗോപാലിന്റെ പ്രതികരണമാണ് രാജ്മോഹനെ ചൊടിപ്പിച്ചത്. പത്മജ വേണുഗോപാലിനെ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത്. ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക്. ഇതിനിടെ കെ കരുണാകരനെതിരെ രാജ്മോഹൻ നടത്തിയ പരാമർശം അതിരുകടന്നു. നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു കൃഷിക്കാരൻ്റെ മകനാന്നല്ല പറഞ്ഞോളൂ. ഞാൻ കരുണാകരൻ്റെ മകനല്ലല്ലോ. ആണോ? അതിന് അച്ഛനെ പറയാന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞത് ഞാൻ കൊല്ലത്ത് ഒരു കൃഷിക്കാരൻ്റെ മകനാണ്. ഞാൻ കെ കരുണാകരൻ്റെ മകനല്ല. ആണോ? കെ കരുണാകരൻ്റെ വീട്ടിൽ നടന്ന 73 തൊട്ടുള്ള ചരിത്രങ്ങൾ നമുക്കവിടെ ചർച്ച ചെയ്യാം. കെ കരുണാകരൻ ഇന്നും സൂര്യതേജസ്സോടെ നിൽക്കുന്ന വ്യക്തിത്വമെന്നും അത് നോക്കി കുരച്ചിട്ട് കാര്യമില്ലെന്നും കെ മുരളീധരന്റെ തിരിച്ചടി. പരിഹസിക്കേണ്ടവർ പരിഹസിക്കട്ടെ. ഏതായാലും കെ കരുണാകരന്റെ വ്യക്തിത്വം ഇടിച്ചു താഴ്ത്താൻ ലോകത്ത് ആർക്കും കഴിയും. അദ്ദേഹം ഉദിച്ചു വരുന്ന ഇന്ന് മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ സ്മരണകൾ വരെ ഉദിച്ചുയരുന്ന സൂര്യനുമില്ല. അതിനെ നോക്കി ആരും കുറച്ചിട്ട് കാര്യമില്ല. കെ കരുണാകരനെതിരായ പരാമർശത്തിൽ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന് രാജ്മോഹൻ ഉണ്ണിത്താനോട് അതൃപ്തിയുണ്ട്. 24 തൃശൂർ. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ. വയനാട്ടിൽ 3 കള്ളവോട്ട് ആരോപണം ഉയർന്നത്. പാല കടനാട് പഞ്ചായത്തിലെ ബൂത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വോട്ട് മെഷീനിൽ കാണിച്ചുവെന്നും പരാതിയുണ്ട്. ബത്തേരി ചീരക്കാത്തോട്ടം വീട്ടിൽ അൽഫോൺസ് അജിത്ത് വോട്ട് ചെയ്യാൻ മാത്രമാണ് തിരുവനന്തപുരത്ത് നിന്നെത്തിയത്. ബത്തേരി ടെക്നിക്കൽ സ്കൂളിലെ ബൂത്തിൽ 5 മണിയോടെ എത്തി. നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ മറ്റാരോ വോട്ട് രേഖപ്പെടുത്തിയതായി ബോധ്യപ്പെട്ടു. നടന്നത് കള്ളവോട്ടെന്ന് പരാതി നൽകിയതായും അൽഫോൺസ. ഞാൻ ഇതുവരെ ഒരു വോട്ട് പോലും പാഴാക്കിയിട്ടില്ല. ഇത് ഞാൻ 4ാമത്തെ തവണയാണ് വോട്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. ടെൻഡേഡ് വോട്ട് ചെയ്തു, അത് കഴിഞ്ഞു, ഇതെങ്ങനെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെന്ന് ഞാൻ അന്വേഷിച്ചു, പരാതി കൊടുത്തു. എൻ്റെ വോട്ട് എൻ്റെ റൈറ്റാണ്, എനിക്കത് എന്തായാലും വേണം. അപ്പം ഞാൻ പരാതി കൊടുത്തു. ബാക്കി നിയമപരമായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ തീരുമാനിക്കുന്നത്. അമ്പലവയലിലും കൽപ്പറ്റയിലും കള്ളവോട്ട് പരാതികളുണ്ട്. പാല കടനാട് പഞ്ചായത്തിലെ 25-ാം നമ്പർ ബൂത്തിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ വോട്ട് മെഷീനിൽ കണ്ടത് വിവാദമായി. 715 പേർ വോട്ട് ചെയ്ത ബൂത്തിൽ മെഷീനിൽ കണ്ടത് 719 പേരുടെ വോട്ട്. സംഭവത്തിൽ LDFും UDFും പരാതി നൽകി. പരാതി ജില്ലാ കളക്ടർക്ക് കൈമാറുമെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിച്ചു. 24 വയനാട് കോട്ടയം. കോഴിക്കോട് ഫറോക്കിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കൊല്ലം സ്വദേശി അമലാണ് മരിച്ചത്. മണ്ണൂർ വളവിലായിരുന്നു അപകടം. 20ഓളം പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരത്ത് നിന്നും ഉടുപ്പിയിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മണ്ണൂർ വളവിന് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട ബസ് ഫുട്പാത്തിലേക്ക് കയറിയ ശേഷം താഴേക്ക് മറിയുകയായിരുന്നു. ഇരുപത്തിയേഴ് യാത്രക്കാരും 3 ജീവനക്കാരും ഉൾപ്പെടെ 30 പേരാണ് അപകട സമയത്ത് ബസ്സിലുണ്ടായിരുന്നത്. ബസ്സിനടിയിൽപ്പെട്ടാണ് കൊല്ലം ആലങ്ങോട് സ്വദേശി അമൽ മരിച്ചത്. അപകടം നടന്നത് എങ്ങനെയെന്ന് വ്യക്തമല്ലെന്ന് യാത്രക്കാർ പറയുന്നു. അതിനെക്കുറിച്ച് ഉറക്കമായിരുന്നു, അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഒരു 1/2 കിലോമീറ്റർ മുന്നേ ഒന്ന് ഡിവൈഡറിൽ ഒന്ന് കയറിയായിരുന്നു എന്ന് പറഞ്ഞു. പരിക്കേറ്റ 20 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ബസ് ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.